തീർന്നില്ല സഹോദരങ്ങളെ, അതുകൊണ്ട് അവസാനിച്ചോ? പിന്നെ വല്ലാത്തൊരു പ്രശ്നം എന്താ ഇവിടെ പറഞ്ഞത്? എന്താ പ്രശ്നം? സലഫി ഫെസ്റ്റ് ആരടത്തിയത്? മുജാഹിദീങ്ങൾ സലഫി ഫെസ്റ്റ് നടത്തി. മുജാഹിദീങ്ങൾ സലഫി ഫെസ്റ്റ് നടത്തി. എന്നിട്ട് അതിൽ ചെണ്ടമേളുണ്ട്. അതിലെന്തുണ്ട്? അതില് ചെണ്ടമേളം മാത്രല്ല, പിന്നെയോ കൂച്ചിപ്പുടി ഉണ്ട്, തിരുവാതിരണ്ട്, നിലവിളക്കുണ്ട്. എവിടെ? സലഫി ഫെസ്റ്റില് മുജാഹിദീങ്ങൾ നടത്തിയ പരിപാടിയാണ്. ആരാ ഇത് പറയുന്നത്? ആരാ പറയുന്നത്? നിങ്ങൾക്കറിയോ ഇത് പറയുന്ന ആള്? പറയുന്ന കൂട്ടര് മലബാർ മഹോത്സവം. ആ മലബാർ മഹോത്സവത്തിന് അനാഥ കുട്ടികളുടെ ഫണ്ടിൽ നിന്ന് പാവപ്പെട്ട മക്കളുടെ പേര് പറഞ്ഞ്, അനാഥ മക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ചു കൊണ്ടുവന്ന ആ സമ്പത്തെടുത്ത്, ആ പണമെടുത്ത്, ആ പണത്തിൽ നിന്ന് 50,000 രൂപ മലബാർ മഹോത്സവത്തിന് വേണ്ടി കൊടുത്തവൻ, അതിനെ ന്യായീകരിച്ചവൻ അനാ പറയണെന്ത്? സലഫി ഫെസ്റ്റ് നടത്തി. ആരാ മലബാർ മഹോത്സവത്തിന് പൈസ കൊടുത്തത്? മർക്കസു സഖാവത്ത് സുന്നിയയിൽ നിന്ന്. എത്ര കൊടുത്തു? 1.5 ലക്ഷം രൂപ കൊടുത്തു. എന്തിനു കൊടുത്തു? കുച്ചിപ്പുടി നടത്താൻ, നൃത്തം നടത്താൻ, പുലി കളിക്കാൻ. ആരാ കൊടുത്തത്? അതേ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നാ കൊടുത്തത്. മർക്കസു സഖാവത്ത് സുന്നിയെന്ന് കൊടുത്തത്. കൊടുത്തെന്ന് ആരാ പറഞ്ഞത്? കൊടുത്തെന്ന് പറഞ്ഞത് സഖാഫി തന്നെ. അദ്ദേഹം പത്രം കാണിച്ചു, മനോരമ പത്രം. ആ പത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്ക്. കോഴിക്കോട് ടൗണിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, തമ്മാടിത്തരങ്ങൾ, അതിന് പരസ്യമായി ആര് കാശ് കൊടുക്കുന്നു? സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ, പെൺകുട്ടികൾക്ക് ചാടി കളിക്കാൻ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി നടത്താൻ വേണ്ടി 1.5 ലക്ഷം രൂപ മർക്കസിന്റെ പേരിൽ ഇവർ കൊടുത്തു എന്ന് പത്രങ്ങളിൽ വന്നത് വെറുതെയല്ല. ജില്ലാ കലക്ടറായിരുന്ന TO സൂരജ് സാറ് കോഴിക്കോട് അളകാപ്പുരി ഹോട്ടലിൽ വെച്ച് പരസ്യമായി പറഞ്ഞതാ. നിഷേധിക്കാൻ കഴിഞ്ഞോ? ഞാൻ ഈ കാര്യം കുറ്റ്യാടിയിൽ പോയി പ്രസംഗിച്ചപ്പോ പേരോട്ടുകാരന്റെ മറുപടി എന്താ? ജില്ലാ കലക്ടറോട് നാം വല്ലതും ചോദിക്കുമ്പോ അദ്ദേഹം നമുക്ക് തരണമെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന നാം അങ്ങോട്ടും കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ല എന്നല്ല. ഇതൊക്കെ മക്കൾ നിങ്ങൾ ന്യായീകരിക്കണം. നിങ്ങളാരും തോന്നിവാസന് കാശ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ കൊടുത്ത നേതാക്കന്മാരെ തുടരുമ്പോ ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് ഇവരെയാണോ നിങ്ങൾ നന്നാക്കണ്ടോ? അപ്പൊ ആരാ മലബാർ മഹോത്സവത്തിന് പൈസ? എത്ര? 1.5 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കൊടുത്തല്ല. മർക്കസു സഖാവത്ത് സുന്നിയ അനാഥ മക്കളുടെ പേര് പറഞ്ഞു നാട് നീളെ കരഞ്ഞ് കാശ് പിരിച്ച് ബക്കറ്റ് വെച്ചും അല്ലാതെയും ചാക്കിട്ട് പിടിച്ചും പൈസ മേടിച്ചിട്ട് ആ പൈസയിൽ നിന്ന് 1.5 ലക്ഷം രൂപ മലബാർ മഹോത്സവത്തിന് പുലി കളിക്കാൻ, നൃത്തം ചവിട്ടാൻ, അതുപോലെ തന്നെ കുച്ചിപ്പുടി നടത്താൻ, നാടകം നടത്താൻ, തുണിയില്ലാത്ത സ്ത്രീകളുടെ ഡാൻസ് നടത്താൻ വേണ്ടി കൊടുത്തു. ആ കൊടുത്തവൻ പറയാണെന്ത്? കൊടുത്തവൻ സലഫി ഫെസ്റ്റ് നടത്തി. എടോ, പൈസ കൊടുത്തവനും നടത്തിയവനും ഒരുപോലെയാണ്. പൈസ കൊടുത്തവനും ഒരുപോലെ, നടത്തിയവനും ഒരുപോലെ. ആരാ സലഫി ഫെസ്റ്റ് നടത്തിയത്? ഇപ്പൊ മൊത്തത്തിൽ എന്ത്? മുജാഹിദീങ്ങൾ. ആഹാ, കൊള്ളാലോ. മുജാഹിദീങ്ങൾ മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു പുതിയ ശബാബിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്ത്? മറ്റേ മുജാഹിദ് ഉണ്ടെന്ന് ശബാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരു റിസാലയും കൂടെ എഴുതാണ്ട് അതും വായിച്ചോ. റിസാലയിലും കൂടെ എഴുതി ഈ മുജാഹിദ് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് വായിച്ചാൽ മതി. റിസാലയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ മലബാർ മഹോത്സവം നടത്തി മുജാഹിദീങ്ങൾ നടത്തി മൊത്തത്തിലങ്ങ് ഇപ്പൊ പറയലാ അല്ലേ? എന്നാ അതിനും പടച്ചോ നേരത്തെ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. ഇത് മടവൂരികൾ നടത്തിയതാണ്. നേരത്തെ തന്നെ പറയിപ്പിച്ചു അല്ലേ? ആദ്യമായി ഇത് പേരോടിട്ടപ്പോ ഇതൊന്നും ചിന്തിച്ചില്ല. അന്ന് യാത്ര പോകാൻ തീരുമാനിച്ചില്ല. അപ്പൊ ഉള്ള സത്യം തുറന്നു പറഞ്ഞു. കൊണ്ടോട്ടിയിൽ വെച്ച് എന്താ പറഞ്ഞത്? ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഇത് മടവൂരികൾ നടത്തിയതാണ്. ഈ വയസ്സം പാർട്ടി ഉണ്ടല്ലോ, വയസ്സം മൗലവി അഥവാ സലാം സുല്ലമി, ആ സലാം സുല്ലമിയുടെ പാർട്ടി നടത്തിയതാണെന്ന് പേരോദ്രമ സഖാവി തന്നെ തുറന്നു പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. അപ്പൊ നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്. അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് മുമ്പ് വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കളെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലവിമാര് ചെണ്ട മുട്ടിച്ച്
എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ചാന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ലായിട്ട്, പിന്നെ സ്റ്റേജും മേല് സെൽഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് ഇതല്ലോ, ബാനർ കെട്ടിയിട്ട് മാത്രം മിസാല്, ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. ആര്? ഈ വയസ്സം മൗലവിന്റെ പാർട്ടി. ആര്? സലാസുല്ലമിയുടെ പാർട്ടി. ആര്? മടവൂരികൾ. മടവൂരികൾ നടത്തിയത് ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോ മുജാഹിദീങ്ങൾ പറഞ്ഞല്ലോ, ആ മുജാഹിദീങ്ങൾ പറഞ്ഞാൽ ഇത്രയും കാണിച്ചത്. ഇനി ഈ വയസ്സം മൗലവിയുടെ പാർട്ടി പറഞ്ഞ് വേറെയും ഞാൻ കാണിക്കും. കണ്ടോ? അപ്പൊ മടവൂരികൾ നടത്തിയെന്ന് മൊത്തം നേരത്തെ തന്നെ ഈ പേരോട് സക്കാഫി സമ്മതിച്ചിട്ടുണ്ട്, തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ആലോചിച്ചത് എന്ത്, എടാ മടവൂരെന്ന് പറയണ്ട, ഇവിടെ കൊടുക്കലാ നല്ലത്. അവിടെ കൊടുത്തിട്ട് കാര്യമില്ലല്ല, അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കാതിരുന്നിട്ടും കാര്യമില്ല, രണ്ട് കാര്യമില്ല. കാര്യം അവരതൊക്കെ പണ്ടേ വിട്ടതല്ലേ, അവരെന്റെ ആദർശമൊക്കെ കളഞ്ഞല്ലേ, അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. വല്ല ചെണ്ടമുട്ടോ തിരുവാതിരയൊക്കെ ആയിട്ട് കൂടാന്ന് വിചാരിച്ചവരല്ലേ അവര്. അപ്പൊ അവരെ പിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നമുക്ക് മുജാഹിദീങ്ങളെ പിടിക്കേണ്ടത്, അതുകൊണ്ട് മുജാഹിദീങ്ങോട്ട് മൊത്തത്തിനങ്ങ് കൊടുത്താൽ മതി എന്ന് പിന്നെയാ തീരുമാനിച്ചു. പക്ഷേ താമസിച്ചു പോയി. കോടതി പിരിഞ്ഞിട്ടാ പോയിന്റ് ഓർമ്മ വന്നത്. കോടതി പിരിച്ച് പുറത്തു വന്നിട്ട് പറയണം, കാര്യമില്ലല്ലോ, പുറത്തിറങ്ങി പോയില്ലേ, കോടതി പിരിഞ്ഞു പോയി, വിധി കഴിഞ്ഞു കേട്ടോ. ഈ ജാതിയാണ് 2 മിനിറ്റ് കുറവാന്ന് പറഞ്ഞതാ, മനസ്സിലായോ? അപ്പൊ ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ഈ സലഫി ഫെസ്റ്റ് നടത്തിയിട്ട് ആ സലഫി ഫെസ്റ്റ് മടവൂരികളാണെന്ന് പ്രഖ്യാപിച്ച് അവസാനം ഇപ്പൊ എന്തെടുത്തു, അവസാനം ഇപ്പോ അത് മൊത്തത്തിൽ മുജാഹിദീൻ കിട്ട് കൊടുക്കാനുള്ള പരിപാടിയാ. എന്നാൽ മടവൂരികളും ശരിയല്ല, ഇത് പറഞ്ഞവരും ശരിയല്ല. കാരണം മടവൂരികൾ കുച്ചിപ്പൊടി നടത്തിയെങ്കിൽ മലബാർ മഹോത്സവത്തിന് കുച്ചിപ്പൊടി നടത്താനും തിരുവാതിര നടത്താനും പുലികളി നടത്താനും വേണ്ടി മർക്കസിന്റെ ഫണ്ടിൽ നിന്ന് 50,000 രൂപ കൊടുപ്പനും ആ വിജയത്തെ സമന്തരയാ. 50,000 രൂപ എണ്ണിക്കൊടുത്തവനും ആ പണം വാങ്ങിക്കൊണ്ട് നടത്തിയവരും അതുപോലെ അത് കണ്ടിട്ട് പിന്നെ നടത്തിയവനുമൊക്കെ തത്തുല്യനാണ്. രണ്ടും ഒരു കൂട്ടർ തന്നെ. രണ്ടുപേരും തോളിൽ കൈയിട്ട് കൊള്ളുക, രണ്ടുപേരും പരസ്പരം മുമ്പ് വെച്ചുകൊള്ളുക എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇതും പുറമെ ഇവര് നടത്താറില്ലേ, ഇവരിത് നടത്താറില്ലേ സലഫി ഫെസ്റ്റിനെ പോലെ. ഇത് വലിയ വേറെ രസം വേറുണ്ട്. ഇവിടെ ചെണ്ടമേള നടത്തി ടുണ്ടുണ്ടെന്ന് ശബ്ദമൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോ സഹോദരങ്ങൾ, സത്യത്തിൽ അവർക്കും മനസ്സിലായില്ല, ഇതിനൊന്നും ആവശ്യമില്ല, ഒരു ചെണ്ടക്കാരന്റെ ആവശ്യമില്ലായിരുന്നു. നേരെ മറിച്ച് പേരോട് മുസ്ലിയാരെ വിളിച്ചാൽ മതിയായിരുന്നു. പേരോട് മുസ്ലിയാർ നന്നായിട്ട് ചെണ്ട അടിക്കൂ, നന്നായിട്ട് പേരോട് മുസ്ലിയാർ തന്നെ ചെണ്ട അടിക്കൂ. നിങ്ങളൊന്ന് നോക്കൂ ഒരു സാമ്പിള്. ഒന്നുകൂടെ ആ ഉഷാറായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം